അനീഷ് എന്തോ ഇതെന്താ ഇത്? കോൾസ് വരുന്നു. കോൾസ് വരട്ടെ. റുബിക്സ് ക്യൂബ് കേട്ടോ? കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷെ അനീഷിന്റെ ഇത് കുട്ടിക്കാലം മുതലേ ഒരു ക്രൈസാണ്. കണ്ടാൽ പറയില്ല കേട്ടോ. കുഞ്ഞുനാളുള്ള എന്റെ ബുദ്ധിയുടെ വികാസത്തിന് വേണ്ടി വീട്ടുകാർ വാങ്ങി തന്നതാണ്. അല്ലെ കോൾസ് വരുന്ന സമയത്ത് ഇത് 2 സെക്കൻഡ് പോലെ ശരിയാക്കാനായിട്ട്. എപ്പോ തുടങ്ങി? 2 ആഴ്ചയായി. വേണ്ടാത്ത പണിക്ക് പോകണ്ട. നമ്മളെ കൊണ്ട് പറ്റുന്നതാണ്. പക്ഷെ ഇപ്പൊ എന്തായാലും ഇനി ഒരാഴ്ച എടുക്കും. അപ്പൊ എനിക്കിത് പറ്റില്ല. എനിക്കിത് പറ്റില്ല. പക്ഷെ ട്രൈ ചെയ്ത് നമ്മൾ ശ്രമിക്കാതെ ഒരു കാര്യമില്ല. പ്രേക്ഷകരുടെ സമയം, വിലപ്പെട്ട സമയം പാഴാക്കുന്നത്. അതുകൊണ്ട് നമ്മോടൊപ്പം ഇന്നൊരു കൊച്ചുമിടുക്കനല്ല, കുറച്ച് വലിയ മിടുക്കൻ, ഡാനിയൽ ജെയിംസ് എന്ന് വരും. ഏഷ്യയിലെ നമ്പർ 8 ആണ്, വേൾഡിലെ നമ്പർ 14 ആണ്, നാഷണൽ റെക്കോർഡ് ഹോൾഡർ ആണ്. ഈ ക്യൂബ്, റുബിക്സ് ക്യൂബ് കാലുകൊണ്ട് ശരിയാക്കുന്നത്. അത് അനീഷണല്ലേ? അദ്ദേഹത്തിന് പറ്റും. കൈ കൊണ്ട്, ഒറ്റ കൈ കൊണ്ട് ചെയ്യും. കാലുകൊണ്ട് ചെയ്ത് നാഷണൽ റെക്കോർഡ് കാണാം. എവിടെ? നമസ്കാരം ഡാനി. ഇത് കണ്ടില്ല, 2 ആഴ്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറ്റുന്ന പണിയല്ല, അതുകൊണ്ട് ഞാനിത് തൊടുന്നില്ല. ഡാനിയുടെ അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണ് ഈ ഒരു ക്യൂബ് വെച്ച്? ഈ റുബിക്സ് ക്യൂബ് വെച്ച് കൈകൊണ്ട് ചെയ്യും, ഒറ്റ കൊണ്ട് ചെയ്യും, കാലുകൊണ്ട് ചെയ്യും, കണ്ണോട് ചെയ്യും. ഇതില് ദിവസം വേണ്ടി വരില്ല. ഒരു മണിക്കൂർ വേണ്ടി വരില്ല. മിനിറ്റും വേണ്ടി വരില്ല. ഒരു 14-15 കാര്യമായിട്ടും 15 സെക്കൻഡ്. ഡാനി ഭയങ്കര മിടുക്കനാണ്. CET-യിലെ കമ്പ്യൂട്ടർ സയൻസ് സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. ഏത് പ്രായത്തിലാണ് തുടങ്ങിയത്? ഞാനിത് 12ാം ക്ലാസ് തുടങ്ങിയപ്പോ. ഇതെങ്ങനെ ഇത് കയ്യിൽ വന്നു പറ്റും? വെറുതെ അല്ല, ചെയ്യുന്ന കണ്ടു, അവന് ഇത് ചെയ്യാൻ പറ്റും. അങ്ങനെ അവൻ എന്നെ പഠിപ്പിച്ചു. അതിലൂടെ ഞാൻ കുറച്ചും കൂടി പഠിച്ചു. ആ ഫ്രണ്ട് 2 പേരുണ്ട്. ഒന്ന് ക്ലെയിൻസ് ജോർജ്, ഒന്ന് അഖിൽ JP. അവര് എഞ്ചിനീയറിംഗ് പഠിക്കുക. അവർ ഇതുമായിട്ട് ബന്ധമില്ല. ഇല്ല, അവര് കുറച്ചുകൂടെ നിർത്തി. അവര് അത്രയും സ്പീഡ് അത്ര അവര് എത്തുന്ന മുമ്പ് അവർ നിർത്തി. അപ്പൊ ഒരു ദിവസം എത്ര മണിക്കൂർ പ്രാക്ടീസ് ചെയ്യും? 1 മണിക്കൂർ. 1 മണിക്കൂർ പ്രാക്ടീസ് ചെയ്ത അനീഷിന് ഇങ്ങനെ 14 സെക്കൻഡ് എത്താം. പക്ഷെ പ്രാക്ടീസ് ചെയ്യണം, സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ആദ്യമായിട്ട് 2 കൈ കൊണ്ടും അദ്ദേഹം ഒന്ന് ചെയ്യുന്നത് ഉറപ്പായിട്ട് നമ്മളെ പോലെ തന്നെ നമ്മുടെ ക്യൂറ്റിലെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇത് കാണാനുള്ള ഒരു ആവേശമാണ്. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ നമുക്കറിയാം, അദ്ദേഹത്തിന് അതിന് ക്വാളിഫൈ ആളായതുകൊണ്ടാണല്ലോ അദ്ദേഹം നമ്മൾ ഗസ്റ്റ് ആയിട്ട് ക്ഷണിച്ചത്. അതിനു മുമ്പ് ഞാനൊന്ന് വേണ്ട കൊടുത്താൽ മതി. അല്ല, ഞാൻ ചെയ്യല്ല, ഞാനത് എത്ര കുളവാക്കി അത് എളുപ്പത്തിൽ ശ്രദ്ധത്തിൽ പെടുന്നൊരു കാര്യമാണ്. കുളവാക്കാൻ പ്രത്യേകിച്ച് അനീഷ് കൂടെ വേണം. കൊടുത്തു ക്യാച്ച് ചെയ്യാതെ ക്യാച്ച് ചെയ്യോ? 1 2 3 ഡാനി, എത്ര സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റും? ഒരു 15-14 സെക്കൻഡ്. 15. നോക്കാം അനീഷ്. Your time starts now. Seconds. Wow. ആദ്യം കറക്റ്റ് ആയിട്ട് ചെയ്തപ്പോ എത്ര സമയം എടുത്തു? ആദ്യമായിട്ട് ചെയ്തപ്പോൾ ഒരു പഠിച്ചു കഴിഞ്ഞിട്ട് ചെയ്തപ്പോ ഒരു 7-8 മിനിറ്റ് എടുത്തു. പഠിച്ചു കഴിഞ്ഞപ്പോൾ അത് കുറച്ച് അൽഗോരിതം പഠിക്കാനുണ്ട്, ടെക്നിക്ക് പഠിക്കാനുണ്ട്. ആ ടെക്നിക്കൊക്കെ പഠിച്ചു കഴിഞ്ഞ് ആദ്യമായിട്ട് ചെയ്തപ്പോ 7-8 മിനിറ്റ് എടുത്തു. പിന്നെ അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്ത് ആദ്യമൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ സമയം ഒരുപാട് താഴ്ന്നു വരും. എന്നാലും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എത്തുമെന്ന്. ആ വിശ്വാസത്തിന്റെ പുറത്ത് കളിച്ച് ഇവിടെ എത്താൻ പറ്റി. ഇത് സത്യം പറഞ്ഞാല് Q20 ഒരു സ്പിരിറ്റുമായിട്ടുള്ള അതുമായിട്ട് നല്ല ബന്ധമുണ്ട്. കാരണം ഇതുപോലൊരു സംഭവത്തെ പറ്റിയും നാഷണൽ റെക്കോർഡ് ഹോൾഡർ ആണെന്ന് നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത്. ഇത് പോപ്പുലറൈസ് ചെയ്യാൻ എന്താണ് ഒരു മാർഗം? പോപ്പുലറൈസ് ചെയ്യാൻ കേരളത്തിൽ ഇത് അത്ര ഡാനി എങ്ങനെയാണ് ഈ കോമ്പറ്റീഷനൊക്കെ ആൾക്കാർ കണ്ടുപിടിക്കുകയും വിടുകയും ചെയ്ത കാര്യം എങ്ങനെയാണ്? ആരാ പറഞ്ഞു ഇങ്ങനെ കോമ്പറ്റീഷൻസ് ഉണ്ട്, റെക്കോർഡ് ഹോൾഡർ ആകാൻ പറ്റും? റെക്കോർഡ് ഹോൾഡർ ആണെന്നൊന്നും പ്രതീക്ഷിച്ചല്ല സ്റ്റാർട്ട് ചെയ്തത്. ഇങ്ങനെ ഇത് പഠിച്ചു കഴിഞ്ഞപ്പോ ഇതിനെക്കുറിച്ച് ഞാൻ ചുമ്മാ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തു. അപ്പൊ ഇതിനെ പറ്റി കോമ്പറ്റീഷൻ ഉണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പൊ ഇതിന്റെ കോമ്പറ്റീഷന് പോകണമെന്ന് ഒരു ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു.
അപ്പൊ ആദ്യം ചെന്നൈയിൽ അവിടെ നടന്നപ്പോ അവിടെ പോയി. ഡാനി വേൾഡ് നമ്പർ 14, ലോകത്തിലെ 14ാമനാണ്. അതൊരു സംതിങ് വിച്ച് ഇസ് റിയലി ഗ്രേറ്റ്. ഏഷ്യയിലെ 8. അപ്പൊ അതിന് ഒരു എങ്ങനെയായിരുന്നു അതിന്റെ ആ ഒരു കോമ്പറ്റീഷൻ ബേസ്ഡ് ആയിരുന്നു അതോ ടൈമിംഗ് ബേസ്ഡ് ആണോ എങ്ങനെയാണ് ടൈമിംഗ്? ഈ രണ്ട് കൈ കൊണ്ട് ചെയ്യുന്നതാണ് വേൾഡ് നമ്പർ 14? അല്ല, കാലോച്ച് ചെയ്യുന്നത്. ചെയ്യും. ഓ, അപ്പൊ അതിനെത്ര 36 സെക്കൻഡാണ്. ഡാനി കണ്ണ് കെട്ടിച്ച് ശരിക്കും അത് എത്ര സെക്കൻഡാണ്? കണ്ണിട്ട് ഒരു 4 മിനിറ്റ്, പഠിക്കാൻ ഒരു 2-3 മിനിറ്റ്, ചെയ്യാൻ 1-1.5 മിനിറ്റ്. ചെയ്യാൻ 1.5 മിനിറ്റ്, പഠിക്കാൻ ഒരു 2. കണ്ണ് കെട്ടിയിരിക്കുന്ന സമയത്ത് എങ്ങനെ കളറുകൾ എങ്ങനെ അറിയാൻ പറ്റും? അപ്പൊ എന്തോ ടെക്നിക് ഉണ്ടല്ലോ. അത് ഓരോന്ന് എവിടെ ഇരിക്കണമെന്ന് പഠിക്കണം, ഓരോന്ന് എവിടെ ഇരിക്കണമെന്ന് പഠിച്ചിരിക്കണം. അല്ല എവിടെ ഇരിക്കണേന്ന് നമ്മള് നോക്കി വെക്കും. അത് പഠിച്ചു വെച്ചിട്ട് കണ്ണ് വെക്കും. ഈ മത്സരത്തിൽ വന്നതിന് ശേഷം നമ്മൾ സ്റ്റഡി എത്രത്തോളം ഗുണം ചെയ്തു? പഠിത്തത്തെ സ്റ്റഡി എനിക്ക് ഗുണം ചെയ്തു. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും പഠിക്കുമ്പോൾ പറ്റില്ല എന്ന് തോന്നും. അപ്പോ ഇതിലൂടെ കമ്പയർ ചെയ്തു. ഇത് പറ്റുമെങ്കിൽ അത് എന്തുകൊണ്ട് പറ്റില്ല? ഇത് കാണുമ്പോൾ പ്രാഞ്ചിയായിട്ട് അങ്ങനെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ മനസ്സ് പറയുമെങ്കിലും എങ്ങനെയാണെങ്കിലും ചെയ്യാൻ പറ്റും. നമുക്ക് കണ്ണ് കെട്ടി ചെയ്യുന്നത് കണ്ടാലോ? തീർച്ചയായിട്ടും. അടുത്തതായിട്ടോ. ഓക്കെ. കണ്ണു മൂടുക. എത്ര സെക്കൻഡാണ് പറയുന്നത്? ഒരു 90 സെക്കൻഡ്. 90 സെക്കൻഡ്. കഴിഞ്ഞ പ്രാവശ്യം 15 സെക്കൻഡ് പറഞ്ഞു, 14 വിളിക്കാൻ ചെയ്തു. 90 സെക്കൻഡ് അതിൽ താഴെ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, കണ്ണു മൂടിക്കൊള്ളൂ. ആദ്യം പഠിക്കുന്നത് ready? Danny, ready, Anna? Your time starts now. Wow! On the you also rotate it. 60 seconds. 1 minute. 1 minute ചെയ്യാവുന്നത് 1 minute ചെയ്തു. Wow! I'm believing. Thank you. ഇത് പക്ഷെ മൂടിയിട്ട് എങ്ങനെ അറിയാം ഏത് കളറാണ് ഇങ്ങനെ വരിക? എനിക്ക് ആലോചിച്ച് ദൂരത്തിൽ പിടിക്കും. അതെ, എനിക്ക് മനസ്സിലായി. രീതിയിൽ ചെയ്യണം. Wow! Great. ഇത് 40 സെക്കൻഡ് ചെയ്യാം. ആര് ചെയ്യും? ഇനി നമ്മളൊരു മാസം കഴിഞ്ഞ് കാണുമ്പോൾ ഇത് വളരെ 2 ഒരേ സമയത്ത് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ചെയ്യാം. കോളേജിലൊക്കെ പോയിട്ട് ഇത് കൂടുതൽ പേര് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു പ്രചോദനമാണ് അല്ലേ? ഉറപ്പാണ്. മാത്രമല്ല കുട്ടികൾക്കൊക്കെ പുതിയ, അതായത് ഈ കുറച്ച് അവരുടെ നമ്മുടെ ബ്രെയിനിന്റെ നല്ലതാണല്ലേ കുറച്ചുകൂടി നമുക്ക് കോമ്പറ്റീവ് സ്പിരിറ്റ് വരും ഇതാകുമ്പോൾ. ഇപ്പോ ഇനിയുള്ള കാലം എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ ഭയങ്കര കൂടിയ കാലങ്ങളാണ്. പിന്നെ മാത്രം ക്ഷമയും ഉണ്ടാവില്ലേ? നമുക്കൊക്കെ ഇല്ലാതെ പോകുന്ന ഒരു കാര്യം ക്ഷമയില്ലായ്മയാണ് ഏറ്റവും പ്രശ്നം. അപ്പൊ നമ്മള് കൊച്ചിലെ നമ്മൾ കേൾക്കുന്നതാണ് ഓരോരുത്തർക്ക് ഓരോ കഴിവാണ്. പക്ഷെ പ്ലസ് 2 ആയപ്പോഴാണ് അദ്ദേഹത്തിന് കുഞ്ഞുനാളിൽ കൈ കിട്ടിയിട്ടുണ്ട്. അതിന് മുമ്പ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അധികം ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ ചെയ്യാൻ നോക്കും, പക്ഷെ ചെറുപ്പമല്ലേ, പഠിത്തമൊക്കെ ഉള്ളതുകൊണ്ട് അമ്മ അധികം സമ്മതിക്കാറില്ല. ഞാൻ ചെറുപ്പം ഒരുപാട് ചെറുപ്പം.
ഇത് +2 കിട്ടി കഴിഞ്ഞത്. അപ്പൊ കിട്ടി ഇത് പ്രാക്ടീസ് തുടങ്ങി വീട്ടിൽ വഴക്ക് പറഞ്ഞു, ഇത് ചുമ്മാ സമയം വഴക്കം പറഞ്ഞു. പിന്നെ ഞാൻ ഒരുവിധം അതൊക്കെ അഡ്ജസ്റ്റ് കാണാതെ അഡ്ജസ്റ്റ് ചെയ്ത് പഠിത്തം കൂടി എങ്ങനെയും കൊണ്ടുപോകാൻ നോക്കിക്കൊണ്ടിരുന്ന. ഇപ്പൊ അവരെന്താ പറയാ, ഇപ്പൊ ഹാപ്പിയാ, അവര് പ്രൗഡാണ് അല്ലേ? ഈ ന്യൂസ് പേപ്പറിലും ടിവിയിലൊക്കെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. എനിവേ, ഇതൊരു പുതിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് ഉത്തരങ്ങൾ നമ്മൾ വ്യൂവേഴ്സുമായിട്ട് പങ്കുവെക്കുന്നു. അതുപോലെ ഒരു പുതിയ ചോദ്യത്തിന് ഉത്തരമാണ്. സാധാരണ നമ്മള് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരങ്ങൾ മോണിറ്ററിലൂടെ കാണിക്കാനോ പറയാനോ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ ഒരു ചോദ്യത്തിന് ഉത്തരം മുന്നിലിരിക്കുകയാണ്. നമ്മുടെ ഈ പ്ലേയുടെ ഇന്ത്യയിൽ റെക്കോർഡ് സ്ഥാപിച്ച ആളാണ് ഈ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഡാനി എന്ന വ്യക്തി മറ്റു പലർക്കും അവരുടെ സ്വന്തം കഴിവുകൾ കണ്ടെത്താനും വളർത്താനും അതിൽ വളരെയധികം ഉയരങ്ങൾ കീഴടക്കാനും ഒരു പ്രചോദനമാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഡാനി, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഇറ്റ് വാസ് എ ഗ്രേറ്റ് പ്ലഷർ. താങ്ക് യു സോ മച്ച്. ഡാനിയൽ ജെയിംസ് എന്താ പറയുന്നത്, ഒരു വളരെ പ്രത്യേകത ഉള്ള ഒരു ഏരിയയിൽ അദ്ദേഹം വളരെ അധികം മികവ് തെളിയിച്ചിരിക്കുകയാണ് ഈ ചെറിയ പ്രായത്തിൽ. He's only a second year engineering student. World number 14, Asian number 8, കാലുകൊണ്ട് റൂബിക്സ് ക്യൂബ് ചെയ്യുന്നതിൽ നാഷണൽ റെക്കോർഡ് ഹോൾഡർ ആണ് ഈ കൊച്ചുമിടുക്ക് ഡാനിക്ക് കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ആൻഡ് യു ഓൾസോ ഹാവ് എ റെസ്പോൺസിബിലിറ്റി. ഈ ഒരു സംഭവം കൂടുതൽ പോപ്പുലറൈസ് ചെയ്യുക, കൂടുതൽ പേരെ ഇൻസ്പയർ ചെയ്യുക. Sure. Thank you so much.